നീ പോവാനിറങ്ങിയ ലച്ചു അവരോട് അരികിലേക്കായി വന്നിട്ട് ചോദിച്ചു. മയ്യേട്ടൻ കാത്തിക്കുവാ. ഞാൻ നിങ്ങളോട് യാത്ര പറയാൻ വന്നിരുന്നു, പക്ഷെ കണ്ടില്ല. രാജിയുടെ ചോദ്യത്തിന് അവൾ മറുപടി പറയുമ്പോഴും അവളുടെ കണ്ണിൽ രേവതിൽ തന്നെ തറഞ്ഞു നിന്നിരുന്നു. ആണോ? ഞാൻ അകത്തെ റൂമിലായിരുന്നു ലച്ചു. സൂര്യേട്ടനെ അന്വേഷിച്ച് പോയതാ, പക്ഷെ പുള്ളി അവിടെ നിന്ന് കണ്ടില്ലായിരുന്നു. അങ്ങനെ ഈ പ്രാവശ്യം എൻ്റെ ഇഷ്ടം പുള്ളിക്കാൻ അറിയിക്കാൻ പറ്റിയില്ല. രാജേശ്വരി നിരാശയോടെ പറയുന്ന കേട്ടതും രേവതിയുടെ മുഖമിരുന്ന് ലച്ചു വ്യക്തമായി തന്നെ കണ്ടു. അതെനിക്ക് മനസ്സിലായി. പിന്നെ സൂര്യേട്ടൻ താഴത്തെ വരാന്തയുടെ അറ്റത്ത് നിൽക്കുകയായിരുന്നില്ലേ? പിന്നെ നീ എങ്ങനെയാ അദ്ദേഹത്തെ അകത്ത് റൂമിൽ കാണുന്നത്? ലച്ചു പറഞ്ഞതും രേവതി ഞെട്ടിലോടെ മുഖമുയർത്തി അവളെ നോക്കി. തന്നെ ദേഷ്യത്തോടെ നോക്കി നിൽക്കുന്നവളുടെ മുഖഭാവത്തിൽ നിന്ന് തന്നെ താനും സൂര്യേട്ടനായിട്ടുള്ള അടുപ്പം അവൾ കണ്ടിരുന്നെന്ന് രേവതിക്ക് മനസ്സിലായി. അവൾ കുറ്റബോധത്തോടെ മുഖം കുനിച്ചു. പിന്നെ രേവു, എന്നെ 2 ബ്ലൗസ് തയ്ക്കാൻ ഞാൻ പാർവച്ചിയുടെ കൈ കൊടുത്തിരുന്നു. നീ ഇന്ന് വൈകുന്നേരം ഒന്ന് വാങ്ങിക്കൊണ്ട് വീട്ടിലേക്ക് വന്നേടി. ഇന്ന് തിരിച്ചു പോകുമ്പോൾ എനിക്ക് കൊണ്ടുപോകാനുള്ളതാ. ഈ അവസ്ഥയിൽ എനിക്ക് അവിടെ വരെ പോകാൻ വയ്യ. അവൾ പറഞ്ഞു. രേവതി നിന്ന് ഉമിനീരിറക്കിക്കൊണ്ട് മൂളിയതേ ഉള്ളൂ. സത്യത്തിൽ മറ്റൊന്നും പറയാൻ അവൾക്ക് നാവ് പൊന്തുന്നില്ലായിരുന്നു. തന്റെയും സൂര്യേട്ടനെയും രഹസ്യം ലച്ചു അറിഞ്ഞു എന്നത് രേവതിയെ വല്ലാത്ത ഒരു ഭയത്തിലാഴ്ത്തിയിരുന്നു. എന്നാ ശരി, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. മയ്യേട്ട അവിടെ കാത്തു നിൽക്കുവാണേ. രേവതിയെ തർപ്പിച്ച് നോക്കിക്കൊണ്ട് അവൾ രാജിയോടായി പറഞ്ഞു. അവൾ തലയാട്ടിക്കൊണ്ട് ലച്ചുവിനെ യാത്രയാക്കി. തിരിഞ്ഞടക്കുമ്പോഴും വൈകുന്നേരം വീട്ടിലേക്ക് വരണമെന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നവളെ രേവതിയുടെ അല്പം ഭീതിയോടെ തന്നെ നോക്കി നിന്നു. ലക്ഷ്മിയുടെ വലത് കൈ ശക്തമായി രേവതിയുടെ കവിളിൽ ആഞ്ഞു പതിച്ചു. രേവതിയുടെ ഞെട്ടലോടെ കവിളിൽ കൈവച്ചുകൊണ്ട് അവളെ മിഴിച്ചു നോക്കി നിന്നു. ദുഷ്ടേ, എങ്ങനെ മനസ്സ് വന്നിരുന്നു നിനക്ക് ആ പാവത്തിനെ ചതിക്കാൻ? ഇതിനായിരുന്നോടി നീ അവളുടെ കൂടെ ഒരു നിഴൽ പോലെ നടന്ന് വിശ്വസിച്ച് കൂടെ കൂട്ടിയോട് തന്നെ നീ വഞ്ചന കാണിച്ചില്ലോടി. നോയിക്ക രേവതി, നീ കാണിച്ച ചതിക്ക് ഈശ്വരന്മാർ പോലും നിന്നോട് പൊറുക്കില്ല. വർഷങ്ങളായിട്ടുള്ള അവിടെ പ്രണയത്യ നീ ചതിയിലൂടെ തട്ടിയെടുത്തിരിക്കുന്നു. മതി, നിർത്തിലെച്ചു. വർദ്ധിച്ച വികാരക്ഷോഭത്താൽ ലക്ഷ്മി അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു കഴിയും മുന്നേ രേവതിയുടെ ശബ്ദത്തോട് ഉയർന്നു കേട്ടു. നീ ഇത്രയും നേരം പറഞ്ഞൊക്കെ ഞാൻ കേട്ടുണ്ടെന്ന് എന്റെ ഭാഗത്ത് തെറ്റുള്ളതുകൊണ്ട് തന്നെയാ. അതിന്റെ ചെറിയ കുറ്റബോധം മനസ്സിലുണ്ട്. അത് പക്ഷെ നീ പറയുന്ന പോലെ അവിടെ പ്രണയത്തെ തട്ടിയെടുത്ത് ഓർത്തല്ല. എന്റെ പ്രണയം നിങ്ങളിൽ നിന്ന് മറച്ചു പിടിച്ച് ഓർത്തുകൊണ്ട് മാത്രമാണ്. പിന്നെ നീ എന്തൊക്കെ പറഞ്ഞാലും അന്നും ഇന്നും ഇനി എന്നും സൂര്യമംഗലത്ത് സൂര്യനാരായണന്റെ പ്രണയം ഒരിക്കലും രാജേശ്വരി അല്ല ലച്ചു. അത് ഈ രേവതി മാത്രമാ. ലച്ചുവിന്റെ വാക്കുകൾ തടയിട്ടുകൊണ്ട് ഉറച്ച ശബ്ദത്തിൽ രേവതി പറഞ്ഞു. രേവതി പറഞ്ഞ ഓരോ വാക്കുകളിൽ ലച്ചു ഞെട്ടിലോടെയാണ് കേട്ടു നിന്നത്. എന്റെ 12ാമത്തെ വയസ്സിലാണ് സൂര്യേട്ടനോട് ആദ്യമായിട്ട് ഇഷ്ടം തുറന്ന് പറയുന്നത്. പ്രണയം എന്താണെന്ന് പോലും അറിയാത്ത ആ പ്രായത്തിൽ സൂര്യേട്ടന്റെ മുഖത്ത് നോക്കി മിഴിച്ചിൽക്കാൻ മാത്രമേ എനിക്കന്ന് സാധിച്ചിരുന്നുള്ളൂ. അന്ന് സൂര്യേട്ടന് 18 വയസ്സായിരുന്നു. പഠിക്കാനായി ബാംഗ്ലൂരിലേക്ക് പോകാൻ നിന്ന സമയം. പോകുന്നതിന്റെ തലേ ദിവസം എന്നോടൊന്നും പറഞ്ഞു എന്നെ ഒത്തിരി ഇഷ്ടമാണെന്നും വലുതാകുമ്പോൾ കല്യാണം കഴിച്ച് കൂടെ കൂട്ടുമെന്നും. അന്നത്തെ ആ പ്രായത്തിൽ ഞാൻ അത്ര കാര്യമായി എടുത്തില്ല. എങ്കിലും ആൾ പോയി കഴിഞ്ഞപ്പോൾ എന്നിൽ വല്ലാത്തൊരു നിരാശ വന്ന് മൂടിയിരുന്നു. ഓരോ ദിവസം കഴിയും തോറും എന്നിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിക്കുന്നത് ഞാൻ അറിയുന്നുണ്ടായിരുന്നു. കൗമാരത്തിലേക്ക് കടന്നപ്പോഴാണ് പറിച്ചു മാറ്റാൻ പറ്റാത്ത വിധം സൂര്യനാരായണൻ എന്ന വ്യക്തി എന്നിൽ വേരാഴ്ത്തിയെന്ന സത്യം ഞാൻ മനസ്സിലാക്കിയത്. എന്നാൽ മനക്കിലെ വെറും ഒരു ആശ്രിതന്റെ മകൾക്ക് സൂര്യമംഗലത്തെ ഇളമുറത്തമ്പുരാനെ മോഹിക്കാൻ മാത്രമുള്ള യോഗ്യതയില്ലെന്ന് ഓർത്തു മനസ്സിൽ തോന്നിയ ഇഷ്ടത്തെ അവിടെ തന്നെ കുഴിച്ചു മൂടുകയാണ് ചെയ്ത്. വർഷങ്ങൾ കഴിയുമ്പോൾ ആ മനസ്സിൽ എന്നോടുണ്ടായിരുന്ന പ്രണയം ഇല്ലാതാവുമെന്ന് ഞാൻ കരുതി. എന്നാൽ എൻ്റെ തോന്നലുകളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് വർഷങ്ങൾക്കിപ്പുറം വീണ്ടും എന്നോട് വന്ന് ഇഷ്ടം പറഞ്ഞപ്പോൾ, ഞാനില്ലെങ്കിൽ ഒരു ജീവിതം ഉണ്ടാകില്ലെന്ന് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞപ്പോൾ പിന്നെ അകന്നിൽക്കാൻ എനിക്കും സാധിച്ചില്ല. മനസ്സിലെ ഇഷ്ടം പൂർവാധികം ശക്തിയോടെ പുറത്തേക്ക് വന്നു. പിന്നെ ഓരോ ദിവസവും ഞങ്ങളുടെ പ്രണയകാലമായിരുന്നു. ആരും അറിയാതെ അതീവ രഹസ്യമായി ഞങ്ങൾ പ്രണയിച്ചു. അപ്പോഴാണ് രാജിക്ക് സൂര്യേട്ടന് ഇഷ്ടമാണെന്നുള്ള കാര്യം അവൾ പറയുന്നത്. എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം ഞാൻ പകച്ചെന്ന് പോയി. സൂര്യേട്ടനോട് പറഞ്ഞപ്പോൾ തൽക്കാലം ആരോടൊന്നും പറയണ്ട, അവളുടെ കാര്യം ഏട്ടൻ നോക്കിക്കോളാന്ന് പറഞ്ഞു. അതാ നിങ്ങൾ ആരോടും ഞാനൊന്നും പറയാതിരുന്നത്. രേവതി പറഞ്ഞ് അവസാനിപ്പിച്ചുകൊണ്ട് ലച്ചുവിന്റെ മുഖത്തേക്ക് നോക്കി. ഒരു നിമിഷം എന്ത് പറയണമെന്നറിയാതെ അവൾ തളർന്നിരുന്നു പോയി. ഇതൊക്കെ രാജി അറിഞ്ഞുള്ള അവസ്ഥ നീ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ രേവു? അവൾക്ക് സഹിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? അല്പസമയം അങ്ങനെ ഇരുന്ന ശേഷം ലച്ചു മുഖം ഉയർത്തിക്കൊണ്ട് അവളോട് ചോദിച്ചു. അറിയില്ല, അതിനെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല ലച്ചു. പക്ഷെ ഒന്ന് മാത്രമേ അറിയാം, സൂര്യേട്ടനില്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല പറഞ്ഞുകൊണ്ട് അവൾ ഇരുകവളിൽ മുഖമർത്തി വെച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞു. അവളുടെ കരച്ചിൽ കണ്ടിട്ടും അവളൊന്ന് ആശ്വസിപ്പിക്കാൻ പോലും കഴിയാതെ തറഞ്ഞിരിക്കാൻ മാത്രമേ ആ നിമിഷം ലച്ചുവിനെ സാധിച്ചുള്ളൂ. കൊള്ളാം, ഇതാണോ എന്റെ ചിറ്റ ചെയ്ത ചതിയെന്ന് നിങ്ങൾ പറഞ്ഞു? ഒരാളെ സ്നേഹിക്കുന്ന അയാളുടെ കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന അത്ര വലിയ തെറ്റാണോ? അതുമാത്രമല്ല, എന്റെ ചിറ്റയും സൂര്യനാരായണനും തമ്മിൽ പരസ്പരം സ്നേഹിച്ചവരാ. അതിനിടയിലേക്ക് കയറി വന്ന അപ്പച്ചിയല്ലേ, പിന്നെ എങ്ങനെ എന്റെ ചിറ്റ അവരോട് ചെയ്ത് തെറ്റാവും? ലക്ഷ്മി പറഞ്ഞ മുഴുവൻ കേട്ടുകൊണ്ടിരുന്ന തനു പെട്ടെന്ന് മുറുകിയ മുഖത്തോടെ ചോദിച്ചു. അവളുടെ ചിറ്റയെക്കുറിച്ച് അവർ പറഞ്ഞു നോക്കിയതും അവൾക്ക് അപ്പോഴും അവിശ്വസനീയം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ചിറ്റയെ മോശക്കാരിയാക്കി അവർ പറയുന്ന ഓരോ വാക്കുകളും അവളുടെ ഉള്ളിൽ നീരസം ചെലുത്തിയിരുന്നു. അതിന് കഥ ഇവിടെ കൊണ്ട് അവസാനിച്ചില്ലല്ലോ തനു. നിന്റെ ചിറ്റയുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു വരാൻ പോകുന്നല്ലേ ഉള്ളൂ. അവര് ചെയ്ത ചതിയിൽ എത്ര ജീവിതങ്ങളാണെന്നോ തകർന്നടിഞ്ഞു പോയത്. ആൾക്ക് മറുപടി എന്ന പോലെ വിഷ്ണു പറഞ്ഞു. അവളുടെ മുഖം വലിഞ്ഞു മുറുകി.
മതി സർ, കുറെ നേരമായിട്ട് നിങ്ങൾ പറയുന്നുണ്ടല്ലോ എന്റെ ചിറ്റ ചതിച്ചു, ആരുടെയൊക്കെ ജീവിതങ്ങൾ നശിപ്പിച്ചു എന്നൊക്കെ. എങ്കിൽ പറ, എന്താ എന്റെ ചിറ്റ ചെയ്ത് അത്ര വലിയ അപരാധം? എന്ത് ചതിയാ അവർ നിങ്ങളോടൊക്കെ ചെയ്ത്? ആൾ ദേഷ്യത്തോടെ ചോദിച്ചു. അതിന് മറുപടിയായി ലക്ഷ്മി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ആളുടെ അരികിലേക്ക് വന്നു. മോളിരിക്കെ, ഞാൻ പറയാം. ആർ പറഞ്ഞു. ആൾ കണ്ണുകൾ ചുരുക്കിക്കൊണ്ട് അവരെ നോക്കി. ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് ലക്ഷ്മി വീണ്ടും പറഞ്ഞു തുടങ്ങി. അന്ന് രേവതിയുടെ നാവിൽ നിന്ന് സൂര്യേട്ടനവൾ തമ്മിൽ പരസ്പര ഇഷ്ടത്തിലാണെന്ന് കേട്ടപ്പോൾ എന്ത് പറയണമെന്നറിയാൻ ഞാൻ ഒരു നിമിഷം പകച്ചെന്ന് പോയി. ഒരു വശത്ത് രാജേശ്വരി, മറുവശത്ത് രേവതി. രണ്ടുപേരും എൻ്റെ ആത്മാർത്ഥ സുഹൃത്തുക്കൾ തന്നെ. ഞാൻ ആരോടൊപ്പം നിൽക്കും? ഒരാൾക്ക് വേണ്ടി മറ്റൊരാളെ തഴയാൻ എനിക്ക് എങ്ങനെ സാധിക്കും? സത്യത്തിലെ ചെകുത്താനും കടലിൽ നടുക്കിൽക്കുന്ന അവസ്ഥയായി പോയി ആ നിമിഷം എൻ്റേത്. പറഞ്ഞുകൊണ്ട് ലക്ഷ്മി അടുത്തിടന്ന സെറ്റിയിലേക്ക് ഇരുന്നു. താനും അവർ തന്നെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. വിഷ്ണു ചുമലിൽ ചാരി നിൽക്കുന്നുണ്ട്. ഒട്ടൊരു നിമിഷത്തിന് ശേഷം അവർ വീണ്ടും പറഞ്ഞു തുടങ്ങി. മയ്യേട്ടനോടൊപ്പം തിരിച്ച് ഉത്തരാഖണ്ഡിലേക്ക് പോയിട്ടും ഞാൻ ആകെ ടെൻഷനായിരുന്നു. ആദ്യം രാജേശ്വരിയോട് ഇത് പറയാമെന്ന് കരുതി. പക്ഷേ അവളിതറിഞ്ഞ് എങ്ങനെയാവും പ്രതികരിക്കാന്നറിയില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ എനിക്ക് ഊണുറക്കെല്ലാം നഷ്ടപ്പെട്ടു. എൻ്റെ ഈ മാറ്റങ്ങളെല്ലാം മയ്യേട്ടനും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ആദ്യമൊക്കെ കാരണം ചോദിച്ചപ്പോൾ ഞാൻ ഒഴിഞ്ഞു മാറിയെങ്കിലും ഒടുവിൽ മയ്യേട്ടനോട് എല്ലാം തുറന്നു പറഞ്ഞു. എല്ലാം കേട്ടുകഴിഞ്ഞ് ഏട്ടനോട് ദേഷ്യപ്പെടുകയാണ് ചെയ്ത്. അവരുടെ കാര്യം അവർ നോക്കിക്കൊള്ളുന്നു, മറ്റുള്ളവരുടെ കാര്യം ആലോചിച്ചിരുന്നു വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനൊന്നും വരുത്തി വെക്കരുതെന്നും പറഞ്ഞുകൊണ്ട് ഏട്ടനെ ശാസിച്ചു. അപ്പോഴാണ് ശരിക്കും ഞാൻ എൻ്റെ കുഞ്ഞിനെ കുറിച്ച് പോലും ഓർക്കുന്നത്. ആ സമയം എനിക്ക് 6 മാസമായിരുന്നു. രാജിയുടെയും രേവുവിൻ്റെയും കാര്യം ആലോചിച്ചിട്ട് ഞാൻ നേരവണ്ണം ഭക്ഷണം പോലും കഴിക്കുന്നുണ്ടായിരുന്നില്ല. എനിക്ക് വല്ലാത്തൊരു കുറ്റബോധം നിറഞ്ഞു. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ മറ്റുള്ള കാര്യങ്ങളെല്ലാം മനസ്സിൽ നിന്ന് കളഞ്ഞ് എൻ്റെ കുഞ്ഞിനെ മാത്രം ശ്രദ്ധിക്കാൻ തുടങ്ങി. അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞു പോയി. അതിനിടയിൽ വിഷ്ണു ജനിച്ചു. മോൻ ജനിച്ചതിന് ശേഷം ഞാൻ ആകെ തിരക്കിലായിരുന്നു. മോൻ്റെ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളെല്ലാം കൂടെ എനിക്ക് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഏട്ടൻ തന്നെ അവിടെ തന്നെ ഒരു യൂണിവേഴ്സിറ്റിയിൽ PG കൂടെ കൊണ്ടുപോയി ചേർത്തു. ഞാൻ ആകെ വരഞ്ഞു. എൻ്റെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കാനായിട്ട് നാട്ടിൽ നിന്ന് അച്ഛനും അമ്മയും ഞങ്ങളുടെ അരിയിലേക്ക് വന്നു. അതോടെ രാജീരയുമായിട്ടുള്ള എല്ലാ കോൺടാക്ട്സ് നിൽക്കുകയും ചെയ്തു. ഇന്നത്തെ പോലെ മൊബൈൽ ഫോണൊന്നും അന്നും ഉണ്ടായിരുന്നില്ലല്ലോ. കോൺടാക്ട് ചെയ്യാനുള്ള മാർഗം കത്ത് മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ അയക്കുന്ന കത്തുകൾക്ക് മറുപടി ഇല്ലാതായപ്പോൾ അവരും പതിയെ കത്തയക്കം നിർത്തി. സത്യത്തിൽ എനിക്കതൊരു ആശ്വാസമായിരുന്നു. ഓരോ കത്തിലും രാജിക്ക് അവളുടെ സൂര്യനെ കുറിച്ച് പറയാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സത്യങ്ങൾ തിരിച്ചറിയുന്ന രാജി ഇന്നും എൻ്റെ ഒരു പേടി സ്വപ്നം തന്നെയായിരുന്നു. അങ്ങനെ 4 വർഷം പിന്നിട്ടു. ആ കാലത്രയും മനഃപൂർവ്വം ഞാൻ അവരിൽ നിന്ന് ഒഴിഞ്ഞു നിന്നു. വിഷ്ണുവിൻ്റെ 4ാം പിറന്നാളിനാണ് പിന്നെ ഞങ്ങൾ നാട്ടിലേക്ക് വരുന്നത്. ഏട്ടനെ കാശ്മീരിലേക്ക് ട്രാൻസ്ഫറായി അവിടേക്ക് ഞങ്ങളെ കൊണ്ടുപോകാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ടാണ് ആ സമയം ഞങ്ങൾ നാട്ടിലേക്ക് വന്നത്. നാട്ടിലെത്തിയ ഉടനെ രാജിയെ രേവിനെയും കാണുന്ന ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും എന്തുണ്ടോ രാജിയുടെ മുന്നിലേക്ക് ചെന്ന് നിൽക്കാൻ എനിക്ക് അപ്പോഴും ധൈര്യം ഉണ്ടായിരുന്നില്ല. എങ്ങനെയൊക്കെ അവളിൽ നിന്ന് ഒഴിഞ്ഞു മാറി നടന്നു. ഒടുവിലൊരു ദിവസം അവൾ എന്നെ അന്വേഷിച്ച് വീട്ടിലേക്ക് വന്നു. അതൊരു സന്തോഷ വാർത്തയായിട്ട്. സൂര്യേട്ടനും രാജി നമ്മൾ വിവാഹം ഉറപ്പിച്ചു. എന്താ? അതുവരെ ലക്ഷ്മി പറയുന്നില്ല ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരുന്ന തനു ഞെട്ടിലോടെ ചാടി എഴുന്നേറ്റു. സത്യ കുട്ടി, അന്ന് രാജി അങ്ങനെ പറഞ്ഞപ്പോൾ ഇതേ ഞെട്ടിലോടെയാ ഞാൻ അവളുടെ മുമ്പിൽ നിന്ന്. സൂര്യേട്ടനും രേവതിയും തമ്മിൽ പിരിഞ്ഞോ അതോ വീട്ടുകാരുടെ നിർബന്ധം കൊണ്ട് സൂര്യേട്ട രാജി വിവാഹം കഴിക്കാൻ തീരുമാനിച്ചാണോ? അങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ കൊണ്ട് ഞാൻ ആകെ വലഞ്ഞു. അധികം വൈകാതെ തന്നെ അതിന്റെ സത്യാവസ്ഥ മനസ്സിലാവുകയും ചെയ്തു. എന്താ അത്? ലക്ഷ്മി പറഞ്ഞു കേട്ട് തനു ആകാംക്ഷയോടെ ചോദിച്ചു. വിവാഹപ്രായമായി നിൽക്കുന്ന പെൺകുട്ടികൾക്ക് സ്വാഭാവികമായിട്ടും വിവാഹാലോചനകൾ വരും. അങ്ങനെ ആലോചനകൾ വന്നപ്പോൾ രാജി തനിക്ക് സൂര്യേട്ടനാണ് ഇഷ്ടമെന്ന് വീട്ടിൽ പറഞ്ഞു. അവർക്ക് താല്പര്യമുള്ള കാര്യമായതുകൊണ്ട് തന്നെ മറ്റൊന്നും ആലോചിക്കാതെ അവർ വിവാഹം ഉറപ്പിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് സമ്മതിച്ചോ? എൻ്റെ ചിറ്റയെ മറന്നോ? തനി വിഷമത്തോടെ ചോദിച്ചു. ഇല്ല, സൂര്യേട്ടൻ ആ സമയം എന്തോ റിസർച്ചിന്റെ ഭാഗമായിട്ട് വിദേശത്തായിരുന്നു. അതുകൊണ്ട് പുള്ളി ഈ വിവരങ്ങളൊന്നും അറിഞ്ഞില്ല. ഏകദേശം 6 മാസത്തോളം കഴിഞ്ഞാണ് അദ്ദേഹം തിരികെ വരുന്നത്. വന്നപ്പോൾ ആദ്യം കേട്ട വാർത്ത ഇതായിരുന്നു. അന്ന് അവിടെ ഒരു പൊട്ടിത്തെറി തന്നെ ഉണ്ടായി. അന്ന് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അദ്ദേഹം വിളിച്ചു പറഞ്ഞു താൻ സ്നേഹിക്കുന്ന രാജേശ്വരിയല്ല രേവതിയാണെന്ന്. അത് രാജിക്ക് സഹിക്കാവുന്നതിൽ അപ്പുറമായിരുന്നു. എന്തിനും തന്റെ കൂടെ ഉണ്ടായിരുന്ന താൻ കൂടപ്പിറപ്പിനെ പോലെ സ്നേഹിച്ച തന്റെ കൂട്ടുകാരി തന്നെ ചതിച്ചു എന്നത് അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതുപോലെ താൻ പ്രാണനെ പോലെ സ്നേഹിച്ചവൻ മറ്റൊരു പെണ്ണിനെ പ്രണയിക്കുന്നു എന്ന വാർത്തയും അവൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അതിന്റെ ഫലമായിട്ട് അവൾ ഞരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു. അത് മറ്റൊരു പൊട്ടിത്തെറിയിലേക്കാണ് വഴിതിരിച്ച്. സൂര്യന്റെ ഭാര്യയായിട്ട് അവർക്കാർക്കും വെറൊരു കാര്യസ്ഥന്റെ മകളായ രേവതി ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ എന്തു വന്നാലും സൂര്യ രാജേശ്വരി തന്നെ സ്വീകരിക്കണമെന്ന് അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മാവനൊക്കെ വാശി പിടിച്ചു. രാജേശ്വരി അവസ്ഥയെന്ന് അവളെ കാണാനായി ചെന്നപ്പോൾ അവിടെ നടന്ന സംഭവങ്ങൾ ലക്ഷ്മിയുടെ മനസ്സിലേക്ക് കടന്നു വന്നു. നടക്കില്ല സൂര്യ, നീ എന്തൊക്കെ പറഞ്ഞാലും ഇത് നടക്കില്ല. നമ്മുടെ കുടുംബത്തിന്റെ വെറൊരു ആശ്രിതന്റെ മകളെയാണോ നീ ഭാര്യാക്കാനായി കണ്ടുപിടിച്ച്? അത്രയും ഗതി കെട്ടിട്ടില്ല സൂര്യമംഗലത്തുകാര്. ഞാൻ ജീവിച്ചിരിക്കുമ്പോ ഇത് നടക്കുമെന്ന് നീ പ്രതീക്ഷിക്കേണ്ട സൂര്യ. ഈ മോഹം മുളയിലെ തന്നെ നുള്ളിയെറിഞ്ഞുള്ള. അകത്തേക്ക് ഒരാളെ പടിക്കെട്ടിലേക്ക് കാലെടുത്ത് വെച്ചു. നാരായണവർമ്മയുടെ ശബ്ദം ലക്ഷ്മിയുടെ കാതുകളിൽ അലയടിച്ചു. പറ്റില്ല അച്ഛാ, അങ്ങനെ മോഹം കൊടുത്ത് ചതിക്കാനല്ല ഞാൻ രേവതിയെ സ്നേഹിച്ച് ജീവിതകാലം മുഴുവൻ എന്റെ കൂടെ കൂട്ടാനാ. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും
രേവതിയല്ലാതെ മറ്റൊരു പെണ്ണിന്റെ കഴുത്തിലും ഞാൻ താലിയാർത്തില്ല. അങ്ങനെ സംഭവിച്ച അന്ന് സൂര്യനാരായണന്റെ മരണമായിരിക്കും. സൂര്യ! അവൻ പറഞ്ഞു നിർത്തിയതും നാരായണന്റെ ശബ്ദം ഉയർന്നു കേട്ടു. പറ്റില്ല സാ. എന്റെ രേവുവിന്റെ സ്ഥാനത്ത് മറ്റൊരു പെണ്ണ്, അതെനിക്ക് ഒരിക്കലും സാധിക്കില്ല. നിങ്ങൾ എന്നെ ഒന്ന് മനസ്സിലാക്കണം. സ്നേഹിച്ച പെണ്ണിനെ ചതിക്കുന്നതാണോ സൂര്യ മംഗലത്താണ് നിങ്ങളുടെ പാരമ്പര്യം? അവൻ ഉറച്ച ശബ്ദത്തിൽ ചോദിച്ചു. നാരായണവർമ്മ മറുപടിയില്ലാതെ നിന്നു. പക്ഷെ സൂര്യ എന്റെ മോളടാ, അവൾക്ക് ഇതെങ്ങനെ സഹിക്കാൻ കഴിയും? ഇപ്പൊ തന്നെ നിന്നെ നഷ്ടപ്പെടുന്നോർത്ത് അവൾ ആത്മഹത്യക്ക് ശ്രമിച്ചു. ഇനിയൊരു ശ്രമം കൂടി ഉണ്ടാവില്ലെന്ന് എങ്ങനെ പറയാൻ പറ്റും? എന്റെ മോളുടെ ജീവൻ രക്ഷിക്കാൻ ഇപ്പൊ നിനക്ക് മാത്രമേ സാധിക്കൂ. ഗോവിന്ദവർമ്മ അവന്റെ ഇരു കൈകളിൽ മുറുക്കെ പിടിച്ചുകൊണ്ട് ദയനീയമായി പറഞ്ഞു. അമ്മാമ്മ പേടിക്കണ്ട, രാജിയോട് ഞാൻ സംസാരിച്ചോളാം. അവളെ ഞാൻ കാര്യങ്ങൾ പറയാൻ മനസ്സിലായിക്കോളാം. വേണ്ട. സൂര്യൻ പറഞ്ഞു കഴിയും മുന്നേ രാജേശ്വരിയുടെ ശബ്ദം ഉയർന്നു കേട്ടു. എല്ലാവരും തിരിഞ്ഞു നോക്കിയതും ശ്രീദേവിയുടെ കയ്യിൽ പിടിച്ചു നിൽക്കുന്ന രാജേശ്വരിയെ കണ്ട് അവരോളെ ദയനീയമായി നോക്കി. രാജി, ഞാൻ... സൂര്യൻ എന്തോ പറയാൻ തുടങ്ങിയതും രാജീവനെ കൈയെടുത്തടഞ്ഞു. വേണ്ട സൂര്യേട്ടാ, ഒന്നും പറയണ്ട. എനിക്ക് മനസ്സിലാവുക കേട്ടനെ. അന്ന് പെട്ടെന്ന് അങ്ങനെ കേട്ടപ്പോൾ സഹിക്കാൻ കഴിഞ്ഞില്ല. അതങ്ങനെ ചെയ്തു പോയത്. ഇപ്പൊ എനിക്ക് വിഷമമൊന്നുമില്ല. പരസ്പരം സ്നേഹിച്ചവർ തമ്മിൽ ഒന്നിക്കേണ്ടത്. സൂര്യേട്ടൻ സ്നേഹിച്ച രേവതിയാണ്, എന്നെയല്ല. അതുകൊണ്ട് നിങ്ങളാ ഒന്നിക്കേണ്ടത്. രാജേശ്വരി നിറഞ്ഞ കണ്ണുകൾ മറച്ചു പിടിച്ചുകൊണ്ടൊരു പുൻസിരിയോടെ പറഞ്ഞു. സൂര്യൻ അവൾ അത്ഭുതത്തോടെ നോക്കി നിന്നു. മോളെ... വേണ്ട അച്ഛൻ, ഒന്നും പറയണ്ട. ഇതാണ് ശരി, ഇത് മാത്രം ശരി. ഗോവിന്ദർമ്മ എന്തോ പറയാൻ തുടങ്ങിയതും അതിനെ തടഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു. പിന്നെ അവരാരും ഒന്നും മിണ്ടിയില്ല. സൂര്യൻ ഒരു പുൻസിരിയോടെ അവളുടെ അരികിലേക്ക് വന്ന് അവളുടെ ഇരുകൈകളും കൂട്ടിപ്പിടിച്ചു. താങ്ക് യു രാജി, താങ്ക് യു സോ മച്ച്. നിനക്കെങ്കിലും എന്നെ മനസ്സിലാക്കാൻ പറ്റിയല്ലോ. ആ നന്ദിയോടെ പറഞ്ഞു. അവൾ എന്നെ നോക്കിയൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. അപ്പോഴേക്ക് അവളുടെ തോളിലും തട്ടിക്കൊണ്ട് അവൻ പുറത്തേക്ക് പോയതും രാജിയുടെ കണ്ണുകളിൽ നടന്നു വീഴാൻ തുടങ്ങുന്ന കണ്ണുനീരിനെ വാതിലിൽ നിൽക്കുന്ന ലക്ഷ്മി മാത്രം കണ്ടു. പിന്നെ സൂര്യന്റെയും രേവതിയുടെയും പ്രണയകാലം തന്നെയായിരുന്നു. വീട്ടുകാരുടെ കൂടെ സമ്മതം കിട്ടിയതും എത്രയും പെട്ടെന്ന് രേവതി വിവാഹം ചെയ്ത് തന്റെ കൂടെ കൂട്ടാൻ സൂര്യ തീരുമാനിച്ചു. അതിന്റെ ഫലമായി ജാതകം നോക്കിയപ്പോഴാണ് സൂര്യന്റെ ജാതകത്തിൽ എന്തോ ദോഷമുണ്ടെന്നും 1 വർഷത്തേക്ക് വിവാഹം പോലുള്ള മംഗളകർമ്മങ്ങളൊന്നും തന്നെ പാടില്ലെന്നും അറിയുന്നു. സൂര്യൻ ആദ്യം അതിനെ എതിർത്തെങ്കിലും മറ്റുള്ളവരുടെ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് പിന്നീട് സമ്മതിച്ചു. ഇത്രയും വർഷങ്ങൾ കാത്തിരിക്കാമെങ്കിൽ ഇനി 1 വർഷം കൂടി കാത്തിരിക്കാൻ കഴിയുമെന്ന് രേവതിയുടെ അഭിപ്രായത്തെ അവൻ സ്വീകരിച്ചു. അങ്ങനെ എല്ലാം നല്ല രീതിയിൽ പോകുമ്പോഴാണ് അത് സംഭവിക്കുന്നത്. തിരികെ മനക്കിലേക്കുള്ള യാത്രയിൽ കാർ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നുകൊണ്ട് കണ്ണുനീർ വാർക്കുന്നവളെ വിഷ്ണു നിമിഷം സാധാപത്തോടെ നോക്കി. ഇന്ന് അവൾ അറിഞ്ഞ സത്യങ്ങളൊക്കെയും അവൾക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയുന്ന കാര്യങ്ങളിൽ നിന്ന് അവനറിയാമായിരുന്നു. അവൻ അവൾ ഒന്നുകൂടി നോക്കിയ ശേഷം ഒരു നെടുവീർപ്പോടെ ഡ്രൈവിംഗിൽ ശ്രദ്ധിച്ചു. അതേസമയം തനുവ് ആലോചനയിലായിരുന്നു. ഇത്രയും നാളും താൻ സ്വന്തം അമ്മയെ പോലെ സ്നേഹിച്ച തന്റെ ചിറ്റക്ക് എങ്ങനെയാണ് ഇത്രയും വലിയൊരു തെറ്റ് ചെയ്യാൻ സാധിച്ചത്? വിഷ്ണു സാറിന്റെ അമ്മ പറഞ്ഞതൊക്കെയും സത്യം തന്നെ ആയിരിക്കും, അതോ ഇതെല്ലാം അവരുടെ തെറ്റിദ്ധാരണയും? പക്ഷെ തെളിവുകൾ, അവർ കാണിച്ചു തന്ന ഓരോ തെളിവുകളും ചിറ്റയ്ക്കെതിരായിട്ടുള്ളതാണ്. അപ്പൊ ചിറ്റ തെറ്റുകാരി തന്നെ ആയിരിക്കുമോ? ഓരോന്ന് ഓർക്കും തോറും അവൾക്കാകെ ഭ്രാന്തി പിടിക്കുന്ന പോലെ തോന്നി. അവൾ കണ്ണുകൾ മുറുക്കി അടച്ചുകൊണ്ട് സീറ്റിലേക്ക് ചാരിയിരുന്നു. ആ നിമിഷം അവളുടെ മനസ്സിലേക്ക് ലക്ഷ്മിയും വിഷ്ണുവും കൂടി പറഞ്ഞ ബാക്കി കാര്യങ്ങൾ കടന്നു വന്നു. ഇപ്പോഴും നിങ്ങൾ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല ആന്റി. ഇതുവരെ നിങ്ങൾ പറഞ്ഞെല്ലാം സൂര്യനാരായണന്റെയും രേവതിയുടെയും പ്രണയമായിരുന്നു. അതിലെവിടെയാ എന്റെ ചിറ്റ തെറ്റിയത്? ആരും എന്റെ ചിറ്റ ചതിച്ച്? അവസാനമായപ്പോഴേക്കും വികാരക്ഷോഭത്താൽ തനുവിന്റെ ശബ്ദം അല്പം ഉയർന്നിരുന്നു. കൂൾ തനു, റിലാക്സ്. അമ്മ മുഴുവനും പറഞ്ഞിരുന്നില്ലല്ലോ, അത് കൂടി കേട്ടിട്ട് താൻ പ്രതികരിക്കും. വിഷ്ണു പറഞ്ഞു കേട്ട് തന്നെ അവനെ നോക്കിക്കൊണ്ട് ദീർഘശ്വാസം എടുത്തു. അന്ന് എന്താ ഉണ്ടായത് ആന്റി? അത്രയും സ്നേഹത്തിൽ കഴിഞ്ഞിരുന്ന എന്റെ ചിറ്റയും സൂര്യനാരായണനും പിന്നെ എങ്ങനെയാ പിരിഞ്ഞത്? സത്യമറിയണമെന്നുള്ള വ്യഗ്രതയിൽ തനു ആകാംക്ഷയോടെ ചോദിച്ചു. അതിന് മറുപടിയായി ലക്ഷ്മി ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് പറഞ്ഞു. ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു വലിയ ദുരന്ത ആ കുടുംബത്തിന്റെ മേൽ വന്നു പതിച്ചു പോണേ. അവര് പറഞ്ഞു. തനു സംശയത്തോടെ നെറ്റി വിളിച്ചുകൊണ്ട് അവരെ നോക്കി. സൂര്യനാരായണന്റെ പേരിൽ അറിയപ്പെടുന്ന ആചാര്യ ആയുർവേദ ഹോസ്പിറ്റലിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപയുടെ കഞ്ചാവ് പിടിച്ചെടുത്തു. എന്താ? ലക്ഷ്മി പറഞ്ഞു കേട്ട് തനു ഞെട്ടലോടെ ചോദിച്ചു. അതേ മോളെ, ചികിത്സക്കായുള്ള മരുന്നുകൾ ഉണ്ടാക്കാനായി കൊണ്ടുവന്ന ഔഷധ ചെടികളുടെ കൂട്ടത്തിൽ ലക്ഷക്കണക്കിന് രൂപയുടെ കഞ്ചാവ് ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, അതിന്റെ പേരിൽ സൂര്യനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അത് പറയുമ്പോൾ ലക്ഷ്മിയുടെ കണ്ണുകൾ ഈറനായി. അറസ്റ്റിലായ ശേഷം സൂര്യനെ രക്ഷിക്കാനായി മനക്കിലുള്ളവരും സൂര്യമംഗലത്തുള്ളവരും ഒരുപാട് ശ്രമിച്ചു. പണത്തിന്റെയും പിടിപാടിന്റെയും ബലത്തിൽ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അദ്ദേഹം കേസിൽ നിന്ന് രക്ഷപ്പെട്ടു. എങ്കിലും നാട്ടുകാരുടെ മുമ്പിൽ തന്നെ നിരപരാധിത്വം തെളിയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. പലരും അദ്ദേഹമാണ് ചെയ്തതെന്ന് വിശ്വസിച്ചിരുന്നു. കൂടാതെ ഇങ്ങനൊരു കേസായതുകൊണ്ട് തന്നെ ഹോസ്പിറ്റൽ അടച്ചുപൂട്ടേണ്ടി വന്നു. അതോടെ അത്രയും നാളും പിടിച്ചു നിന്ന സൂര്യനാകെ തകർന്നുപോയി. ആരോടൊന്നും മിണ്ടാതെ ഒരു മുറിയിൽ തന്നെ അടച്ചുപൂട്ടിയിരുന്നു. അങ്ങനെയൊക്കെ ഒരു ദിവസം മോളുടെ മുത്തശ്ശൻ ദിവാകരൻ മനക്കിലേക്ക് വന്നു. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കേട്ട് ഒരു നിമിഷം അവർ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിന്നുപോയി. ലക്ഷ്മി പറഞ്ഞുകൊണ്ട് തനുവിനെ നോക്കി. താൻ പറയുന്നൊക്കെ ആകാംക്ഷയോടെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. രേവതി 3 മാസം ഗർഭിണിയായിരുന്നു എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ലക്ഷ്മി പറഞ്ഞിട്ട് തനു ഞെട്ടലോടെ അവരെ നോക്കി. അതേ മോളെ, വിവാഹം കഴിക്കാൻ പോകുന്നവരാണെന്ന ചിന്തയിൽ അവർ പലപ്പോഴും പരിധികൾ ലംഘിച്ചിരുന്നു. ഇന്നത്തെ പോലെ അന്ന് സ്നേഹിക്കുന്നവർ തമ്മിൽ എപ്പോഴും കാണാനോ പരസ്പരം സംസാരിക്കാനോ ഒന്നും അവസരം കിട്ടില്ലായിരുന്നു. മുതിർന്നവർ അതിനെ അനുവദിക്കില്ലായിരുന്നു. പിന്നെ അന്ന് ഫോണൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ.
അതുകൊണ്ട് തന്നെ അവർ കാണാനും സംസാരിക്കാനുമായി മനക്കിൽ ഒഴിഞ്ഞുകിടന്ന പത്തായപുരയായിരുന്നു തെരഞ്ഞെടുത്ത്. ആ സമയങ്ങളിൽ എപ്പോഴോ ബാക്കി പൂർത്തിയാക്കാതെ അവർ വിഷ്ണുവിനെ ഒന്ന് പാളി നോക്കി. അവനൊന്നും മിണ്ടാതെ നിൽക്കുകയായിരുന്നു. ലക്ഷ്മി പറഞ്ഞ ഓരോ വാക്കുകൾ കേൾക്കും തോറും തനു വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. തന്റെ ചിറ്റയ്ക്ക് ഒരു കുഞ്ഞു പിറന്നിരുന്നു എന്ന സത്യം ഉൾക്കൊള്ളാൻ അവൾക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. പിന്നെ എന്തുണ്ടായി ആന്റി? അവൾ നിറകണ്ണുകളോടെ ചോദിച്ചു. അവരും ദീർഘശ്വാസം എടുത്തുകൊണ്ട് വീണ്ടും പറയാൻ തുടങ്ങി. സംഭവം അറിഞ്ഞതും ആദ്യം എല്ലാവർക്കും ഒരു അന്താളിപ്പായിരുന്നു. എങ്കിലും അവർ സംയമനം പാലിച്ചു. പിന്നെ അധികം വൈകാതെ തന്നെ അവരുടെ കല്യാണം തീരുമാനിച്ചു. സൂര്യേട്ടന് ഒത്തിരി സന്തോഷം തോന്നിയിരുന്നു. അത്രയും നാൾ അനുഭവിച്ച വേദനയ്ക്കുള്ള പരിഹാരമായിരിക്കും തന്റെ കുഞ്ഞെന്ന് അദ്ദേഹം ചിന്തിച്ചു. എന്നാൽ കല്യാണത്തിന് ഒരാഴ്ച മുന്നെയാണ് ആ ഞെട്ടിക്കുന്ന സത്യം എല്ലാവരും അറിയുന്നത്. പറഞ്ഞുകൊണ്ട് ലക്ഷ്മി തനുവിനെ നോക്കി. തുടരും. സൂര്യേട്ടന്റെ ഹോസ്പിറ്റലിൽ ആ കഞ്ചാവ് കെട്ടുകൾ അബദ്ധത്തിൽ വന്നതായിരുന്നില്ല, മനഃപൂർവ്വം അവിടെ കൊണ്ടുവച്ചാണെന്ന്. ദൃഢമായ ശബ്ദത്തിൽ അവർ പറഞ്ഞു. താനും നെറ്റി വിളിച്ചുകൊണ്ട് അവരെ നോക്കി. അതേ മോളെ, ആർക്കൊരു ദ്രോഹം ചെയ്യാതിരുന്ന, എല്ലാവരെയും മനസ്സറിഞ്ഞ് സ്നേഹിക്കുക മാത്രം ചെയ്തിരുന്ന അദ്ദേഹത്തെ സ്നേഹിച്ചവർ തന്നെ ചതിച്ചു. സ്നേഹിച്ചവരെന്ന് പറയുമ്പോ അവർ പറഞ്ഞതിന്റെ പൊരുളെന്തെന്ന് മനസ്സിലാക്കാതെ തനും സംശയത്തോടെ ചോദിച്ചു. നിന്റെ രേവതി ചിറ്റയാണോ അദ്ദേഹത്തെ ചതിച്ചതെന്ന്? വിഷ്ണുവാണ് അതിന് മറുപടി പറഞ്ഞു. അവൾ ഞെട്ടിലോട് അവർ ഇരുവരെയും മാറി മാറി നോക്കി. അവൾക്കത് അവിശ്വസനീയമായിരുന്നു. ചിറ്റ എങ്ങനെ? അത്രമേൽ പ്രാണനിൽ അലിഞ്ഞുപോയൊരുവനെ ചതിക്കാൻ ചിറ്റയ്ക്കെന്നല്ല ഏതെങ്കിലും ഒരു പെണ്ണിന് സാധിക്കുമോ? അവൾ അസ്വസ്ഥതയോടെ ചിന്തിച്ചു. അതുമാത്രമല്ല, ചിറ്റയെ പോലെ ലോകപരിചയമില്ലാത്തൊരു സാധാരണ നാട്ടിൻപുറത്തുകാരി പെൺകുട്ടിക്ക് എങ്ങനെ ഇതുപോലെ ലക്ഷക്കണക്കിന് രൂപയുടെ മയക്കുമരുന്നൊക്കെ സംഘടിപ്പിക്കാൻ കഴിയും? അവൾ സംശയത്തോടെ വിഷ്ണുവിനെയും ലക്ഷ്മിയും മാറി മാറി നോക്കി. നിന്റെ ഉള്ളിലെ സംശയം ഞങ്ങൾക്ക് മനസ്സിലായി. നിന്റെ ചിറ്റയെ പോലെ ഒരു സാധാരണക്കാരിക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുന്നല്ലേ? അതിനവൾ മറുപടി പറയാതെ തലവിൽക്ക് മാത്രം ചെയ്തു. മോൾക്ക് അറിയോന്നറിയില്ല, രേവതിയുടെ അച്ഛൻ ദിവാകരൻ ഒരു സഹോദരി ഉണ്ടായിരുന്നു, സാവിത്രി. ചെറുപ്രായത്തിൽ വിധവയായവർക്ക് ഒരു മകൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. മോള് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, വിനയൻ. ലക്ഷ്മി പറയാൻ തനു ഓർമ്മയിൽ ചെയ്യുന്നു. അതെ, ഇടയ്ക്കിടയ്ക്ക് ചിറ്റി അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ പറയുന്ന പേരായിരുന്നു സാവിത്രി അമ്മൂമ്മയെയും വിനയ മാമനെയൊക്കെ കുറിച്ച്. അവൾ ഓർമ്മിച്ചുകൊണ്ട് അവരെ നോക്കി. പഠനം കഴിഞ്ഞൊരു ജോലിയൊന്നും ആവാൻ നിൽക്കുന്ന വിനയനെ രേവതിയുടെ നിർബന്ധത്തിൽ വഴങ്ങി സൂര്യേട്ട ഹോസ്പിറ്റലിൽ ഒരു ജോലി എടുത്തു. രേവതിയുടെ സഹോദരൻ എന്ന നിലയിൽ സൂര്യേട്ടൻ അയാൾക്ക് ഒരു സ്വാതന്ത്ര്യം കൂടുതൽ കൊടുത്തിരുന്നു. പതിയെ പതിയെ ആ ഹോസ്പിറ്റലിലെ മേൽനോട്ടം അയാളുടെ കൈപ്പിടിയിൽ ഒതുങ്ങി. കാരണം പല റിസർച്ചുകളുടെയും ഭാഗമായിട്ട് സൂര്യേട്ട മാസങ്ങളോളം അവിടെ നിന്ന് മാറിക്കേണ്ട അവസ്ഥയുണ്ടാവാറുണ്ട്. അതുകൊണ്ട് അയാളുടെ നിഷ്കളങ്കമായ പെരുമാറ്റവും ജോലിയിലെ ആത്മാർത്ഥതയും കൊണ്ട് സൂര്യേട്ടൻ തന്നെ അയാളിൽ ഒരു അവകാശം പതിപ്പിച്ചു കൊടുത്തിരുന്നു. അതുതന്നെയായിരുന്നു പിന്നെ ആ പാവത്തിന്റെ ജീവനും തകർത്ത്. ലക്ഷ്മി പറഞ്ഞു മനസ്സിലാകാത്ത പോലെ താൻ അവരെ നോക്കി. വിനയെ നമ്മളാരും കരുതിയ പോലെ ഒരാളായിരുന്നില്ല. കള്ളും കഞ്ചാവും പെണ്ണൊക്കെ ആയിട്ട് നടക്കുന്ന ഒരു ഫ്രോഡായിരുന്നു അവൻ. അതെല്ലാവരും മനസ്സിലാക്കിയപ്പോഴേക്കും ഒരുപാട് വൈകിപ്പോയിരുന്നു. ലക്ഷ്മി പറഞ്ഞുകൊണ്ട് മുഖമൊന്ന് അമർത്തി തുടച്ചു. ഹോസ്പിറ്റൽ നിയന്ത്രണം അവന്റെ കൈ കിട്ടിയപ്പോ അവൻ അതിന്റെ മറവിൽ നിയമവിരുദ്ധമായിട്ടുള്ള ചില കൊള്ളരുതായ്മകളും ചെയ്തു കൂട്ടി. അങ്ങനെ അവനായിരുന്നു അവിടെ കഞ്ചാവ് കൊണ്ടുവന്ന് വെച്ച്. ലക്ഷ്മി പറഞ്ഞുകൊണ്ട് നെടുവീർപ്പെട്ടു. പക്ഷെ അവിടെ ചിറ്റ എങ്ങനെ? താനും പറഞ്ഞു മുഴുവനാക്കാതെ അവരെ നോക്കി. രേവതി നിർബന്ധിച്ചിട്ടാ സൂര്യേട്ടൻ എന്ന് അവൻ അവിടേക്ക് ജോലിക്കെടുത്ത്. രേവതിയും വിനയും തമ്മിൽ പണ്ടോട്ടെ ഇഷ്ടത്തിലായിരുന്നു. നോ, ഇല്ല ആന്റി, ഞാനിത് വിശ്വസിക്കില്ല. ചിറ്റക്ക് സൂര്യനാരായണനോട് അടങ്ങാത്ത പ്രണയമായിരുന്നില്ലേ? പിന്നെ എങ്ങനെ അദ്ദേഹത്തെ ചതിക്കാൻ ചിറ്റക്ക് കഴിയും? എന്തോ തെറ്റിദ്ധാരണ ഉണ്ടായതായിരിക്കും. ലക്ഷ്മി പറഞ്ഞിട്ട് തനി രേവതിക്ക് വേണ്ടി വാദിച്ചു. ഒരു തെറ്റിദ്ധാരണയല്ല മോളെ, സൂര്യേട്ടൻ അവരുടെ ബന്ധത്തെ നേരിട്ട് കാണുകയും കേൾക്കുകയും ചെയ്താ. അവർ പറഞ്ഞിട്ട് തനു സംശയത്തോടെ അവരെ നോക്കി. വിനയനാണ് ഇതെല്ലാം ചെയ്തെന്ന് അറിഞ്ഞുടനെ സൂര്യേട്ടൻ അയാളെ കാണാനായി പോയിരുന്നു. പിടിച്ചിരുത്തി 2 അടി കൊടുത്തപ്പോൾ തന്നെ അയാൾ സത്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞു. രേവതി അയാൾ തമ്മിൽ പണ്ട് തൊട്ടേ ഇഷ്ടത്തിലായിരുന്നു അത്രേ. സൂര്യേന്റെ 12 വയസ്സിലെ ഇഷ്ടമൊക്കെ അവളെന്നോ മറന്നിരുന്നു. അതിനുശേഷം വിനയനായിട്ട് ഇഷ്ടത്തിലായത്. ജോലിയോ പണമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവരുടെ ഇഷ്ടത്തിന് വീട്ടിലാരും അംഗീകരിക്കില്ലെന്ന് അവൾക്കറിയായിരുന്നു. അതുകൊണ്ട് എങ്ങനെയും പണം ഉണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി അയാൾ എവിടേക്കോ പോയി. ആ സമയത്താണ് സൂര്യേട്ടൻ വന്ന് രേവതിയോട് വീണ്ടും ഇഷ്ടം പറയുന്നത്. ഒരു നിമിഷം അവളുടെ മനസ്സൊന്ന് ചാഞ്ചാടി. പണവും പ്രതാപവും ഇല്ലാത്ത വിനയേക്കാൾ എന്തുകൊണ്ട് യോഗ്യൻ സൂര്യമംഗലത്തെ സൂര്യനാരായണനാണെന്ന് അവൾക്ക് തോന്നി. അതുകൊണ്ട് തന്നെ അവൾ വിനയനെ ഒഴിവാക്കി സൂര്യന്റെ ഇഷ്ടം സ്വീകരിച്ചു. അങ്ങനെ സൂര്യനായിട്ട് അവളെ കല്യാണം നിശ്ചയിച്ച ശേഷം വിനയൻ അത് അറിയുന്നു. അപ്പൊ തന്നെ അയാൾ നാട്ടിലേക്ക് വന്നു. രേവതിയോട് സംസാരിച്ചപ്പോൾ പണമില്ലാത്ത വിനയനേക്കാണ് എന്തുകൊണ്ടും നല്ലത് സൂര്യമംഗലത്തെ സൂര്യനാരായണൻ തന്നെയാണെന്ന് അവൾ പറഞ്ഞു. അത്രേ. എന്തു വന്നാലും രേവതിയെ നഷ്ടപ്പെടുത്താൻ അയാൾ കഴിയില്ലായിരുന്നു. അതുകൊണ്ടാണ് രേവതിയെ സ്വാധീനിച്ച് ആ ഹോസ്പിറ്റലിൽ ജോലി ഒപ്പിച്ചെടുത്ത്. കഞ്ചാവ് കേസിൽ സൂര്യനകത്തായ രേവതി അവനിൽ നിന്ന് അകലുന്ന അയാൾ കരുതി. എന്നാൽ പണത്തിന്റെ ബലത്തിൽ അവൻ കേസിൽ നിന്ന് രക്ഷപ്പെടുന്ന അയാൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. സൂര്യൻ രക്ഷപ്പെട്ട സ്ഥിതിക്ക് ഇനി രേവതിയെ തനിക്ക് കിട്ടില്ലെന്ന് ചിന്തിച്ചപ്പോഴാണ് സത്യങ്ങളെല്ലാം സൂര്യനെ അറിയിക്കാന്ന് അയാൾ കരുതിയത്. എന്നാൽ അതിനു മുമ്പേ ഇടുത്തി പോലെ രേവതി ഗർഭിണിയാണെന്ന വാർത്ത അവന്റെ കാതുകളിൽ മുഴങ്ങി. മറ്റൊരുവന്റെ കൂടെ ശരീരവും മനസ്സും പങ്കുവെച്ചവളെ ഇനി തനിക്ക് എന്തിനാണെന്ന് കരുതിയ പിന്നെ അവൻ മൗനം പാലിച്ചത്. ലക്ഷ്മി നെടുവീർപ്പോളം പറഞ്ഞുകൊണ്ട് തനുവിനെ നോക്കി. അവളാകെ അസ്വസ്ഥയായിരുന്നു. ഏത് വിശ്വസിക്കണമെന്ന് അവൾക്ക് അപ്പോഴും അറിയില്ലായിരുന്നു.
തന്റെ ചിറ്റയ്ക്ക് ഒരിക്കലും ഇങ്ങനെയൊന്നും ചിന്തിക്കാൻ പോലും കഴിയില്ലെന്ന് അവൾ അപ്പോഴും ഉറച്ചു വിശ്വസിച്ചിരുന്നു. അയാൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് മാത്രം അവർക്ക് വിശ്വസിക്കാൻ കഴിയും ആന്റി? എന്തെങ്കിലും ഒരു തെളിവ് പോലില്ലാതെ ആരെങ്കിലും പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ചിറ്റയെ അവിശ്വസിച്ചോ? ഒരിക്കൽ പോലും അദ്ദേഹത്തിന് ചിറ്റയോട് സംസാരിക്കാൻ തോന്നിയില്ലേ? ആൾ ദയനീയമായി ചോദിച്ചു. ആര് പറഞ്ഞു തെളിവില്ലാതെയാണെന്ന്? അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കുന്ന ആളല്ല സൂര്യേട്ടൻ. ഇതിന്റെ പേരിൽ രേവതിയും വിനയും തമ്മിൽ സംസാരിക്കുന്നു, വാഗ്വാദത്തിൽ ഏർപ്പെടുന്നൊക്കെ അദ്ദേഹം സ്വന്തം കണ്ണുകൾ കൊണ്ട് തന്നെയാണ് കണ്ടത്. അത്രയോ ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്നവൾ തന്നെ ചതിച്ചു എന്നറിഞ്ഞതും ആ മനുഷ്യനാകെ തകർന്നുപോയി. എല്ലാവരും അദ്ദേഹത്തെ കുറ്റപ്പെടുത്തി. അവളെ മറന്ന് രാജിയെ സ്വീകരിക്കാൻ എല്ലാവരും നിർബന്ധിച്ചു. എന്നാൽ സൂര്യേട്ടൻ അതിനെ ശക്തമായിട്ട് എതിർത്തു. ഇനിയുള്ള ജീവിതത്തിൽ തനിക്കൊരു പെണ്ണ് വേണ്ടെന്നും തന്റെ കുഞ്ഞു മാത്രം മതിയെന്നും അദ്ദേഹം തീരുമാനിച്ചു. പക്ഷെ അവിടെ രേവതി അദ്ദേഹത്തെ തോൽപ്പിച്ചു കളഞ്ഞു. പ്രസവിച്ച കുഞ്ഞിനെ ഹോസ്പിറ്റൽ മുറിയിൽ വെച്ച് തന്നെ അവൾ ശ്വാസം മുട്ടിച്ച് കൊന്നുകളഞ്ഞു. നോ, ഇതൊന്നും സത്യമല്ല. എന്റെ ചിറ്റക്ക് ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ കഴിയില്ല. ലക്ഷ്മി പറഞ്ഞു കേട്ടു തനൊരു പൊട്ടിക്കരച്ചിലോടെ പറഞ്ഞു. മോൾക്ക് ഇതൊക്കെ വിശ്വസിക്കാൻ പ്രയാസമുണ്ടാവും, പക്ഷെ ഇതെല്ലാം സത്യം മോളെ. ഞങ്ങൾ കണ്ടും കേട്ടും അറിഞ്ഞ സത്യങ്ങള്. ലക്ഷ്മി അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ നിറകണ്ണുകളോട് അവരെ നോക്കി. രേവതി പ്രസവിച്ചു എന്നറിയ കുഞ്ഞിനെ കാണാനായി ഹോസ്പിറ്റലിലേക്ക് ഓടിച്ചെന്ന സൂര്യേട്ടന്റെ കയ്യിലേക്ക് ജീവനില്ലാത്ത തന്റെ കുഞ്ഞിന്റെ ശരീരം അവർ കൊടുത്ത് അന്ന് ഈ നാട്ടിൽ നിന്നും പോയതാ സൂര്യേട്ടൻ. പിന്നെ ഇതുവരെ അദ്ദേഹത്തെ ആരും കണ്ടിട്ടില്ല. വർഷം 20 കഴിഞ്ഞു. ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അറിയില്ല. മകനെ ഓർത്ത് നീറിയ അദ്ദേഹത്തിന്റെ അച്ഛൻ പോലും മരിക്കുന്നു. ലക്ഷ്മി പറഞ്ഞു കഴിഞ്ഞതും ഇനിയൊന്നും കേൾക്കാനില്ലാത്ത പോലെ തനുപതി എഴുന്നേറ്റു അവിടുന്ന് പുറത്തേക്ക് നടന്നു. മോളെ. പിന്നിൽ നിന്നുള്ള ലക്ഷ്മിയുടെ വിളിയെപ്പോലെ അവഗണിച്ചുകൊണ്ട് അവൾ മുന്നോട്ട് നടന്നു. എതിരെ വരുന്ന വാഹനത്തിന് നീട്ടിയുള്ള ഹോണടി കേട്ടുകൊണ്ടാണ് ഓർമ്മയിൽ നിന്നും തനു തിരികെ വരുന്നത്. അവൾ കണ്ണുകൾ തുറന്ന് ചുറ്റിനും നോക്കി. വീടെത്താറായിരിക്കുന്നു. അവൾ വിഷ്ണുവിനെ നോക്കിയതും ആ നിമിഷം തന്നെയാണ് അവളെ നോക്കിയത്. താനിങ്ങനെ വിഷമിക്കാതാളൂ. ഇപ്പോഴെങ്കിലും താൻ സത്യങ്ങൾ അറിയണം തോന്നി. അതുകൊണ്ടാ താൻ ചോദിച്ച ഉടനെ തന്നെ ഒന്നും മറച്ചു വെക്കാൻ ഞങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. വിഷ്ണു പറഞ്ഞു കേട്ട് അവൾ അവനെ നോക്കിയൊരു വാടിയ പുഞ്ചിരി മറുപടിയായി നൽകി. ദത്തൻ സാർ എന്തിനാ എന്നിലൂടെ ഒരു കുഞ്ഞിനെ വേണമെന്ന് ആഗ്രഹിക്കുന്നത്? പ്രതികാരം ചെയ്യാനായിരുന്നെങ്കിൽ മറ്റെന്തെല്ലാം മാർഗങ്ങളുണ്ടായിരുന്നു? അതിന് താലുകെട്ടി കൂടെ കൂട്ടണായിരുന്നോ? അവൾ ചോദിച്ചു. അവനൊന്ന് പുഞ്ചിരിച്ചു. ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ ദത്തൻ അന്ന് 7 വയസ്സായിരുന്നു. കുഞ്ഞമാനെന്ന് പറഞ്ഞാൽ അവന്റെ ജീവനായിരുന്നു. വളർന്നു വന്ന സത്യങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ അവന് സഹിക്കാൻ കഴിഞ്ഞില്ല. അതാ അവന് നിന്നോടും നിന്റെ കുടുംബത്തിനോടൊക്കെ ഇത്രയും ദേഷ്യം. അമ്മാവന്റെ കുഞ്ഞിനെ കൊന്നുകളഞ്ഞുള്ള പ്രതികാരമായിട്ടാ അവന്റെ കുഞ്ഞ് നിന്റെ ഉദരത്തിലൂടെ ജന്മെടുക്കണമെന്ന് അവൻ തീരുമാനിച്ച്. വിഷ്ണു പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവന്റെ കാറ് മനക്കൽ തറവാടിന് മുമ്പിലേക്ക് എത്തിയിരുന്നു. കാറിന്റെ ഡോറിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേ സിറ്റ് ഔട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ രൂക്ഷമായി നോയിക്കൊണ്ടിരിക്കുന്ന ദത്തിനെ തനു കണ്ടിരുന്നു. ഒരു നിമിഷം അവന്റെ ആ ഭാഗത്തിൽ അവളൊന്ന് പതിരിയെങ്കിലും അത് മറച്ചു വെച്ചുകൊണ്ട് അവൾ അകത്തേക്ക് നടന്നു. നിക്ക്. ഉമ്മറപ്പടിയിലേക്ക് കാലെടുത്ത് വെച്ചതും ദത്തിന്റെ ഘനഗാംഭീര്യമായ ശബ്ദത്തോടെ ചെവിയിൽ അലയടിച്ചു. അവൾ ഞെട്ടിനോട് അവന്റെ മുഖത്തേക്ക് നോക്കിയതും വലിഞ്ഞു മുറുകിയ മുഖത്തോടെ ചെയറിൽ നിന്നേറ്റ് തന്റെ അരികിലേക്ക് നടന്നു വരുന്നതിനെ കണ്ട് അവളൊന്ന് ഭയന്നു. എവിടെയായിരുന്നു ഇത്രയും നേരം? മുഖത്തെ ഭാവം അല്പം പോലും മാറ്റാതെ അവൻ ചോദിച്ചതും അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി. അത് ഞാൻ ആളെന്തോ പറയാൻ തുടങ്ങിയപ്പോഴേക്കും കാറിൽ നിന്ന് വിഷ്ണു പുറത്തേക്ക് ഇറങ്ങി വന്നു. ദത്ത, ആള് പോയിക്കോട്ടെ, നീ ഇങ്ങോട്ട് വന്നേ, എനിക്കൊരല്പം സംസാരിക്കാനുണ്ട്. വിഷ്ണുവിന്റെ ഗൗരവത്തോടെയുള്ള മുഖഭാവം കണ്ടതും എന്തോ സീരിയസ് കാര്യമാണെന്ന് ദത്തിന് മനസ്സിലായി. അവൻ തനുവിനെയും നോക്കിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും ആൾ വിഷ്ണുവിനെ ദയനീയമായി നോക്കി. കണ്ണുകൾ കൊണ്ട് അവളെ ആശ്വസിപ്പിച്ച ശേഷം ദത്തിനെയും കൂട്ടി അവൻ കാറിലേക്ക് കയറി പുറത്തേക്ക് ഓടിച്ചുപോയി. അവര് പോകുന്നത് നോക്കുന്ന തനു ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് അകത്തേക്ക് നടന്നു. ആ മോള് വന്നോ? എന്താ ഇത്രയും വൈകിയത്? ഫ്രണ്ട് ഡോർ കടന്നകത്തേക്ക് കയറിയതും രാജേശ്വരിയുടെ ശബ്ദം കേട്ട് അവൾ അങ്ങോട്ടേക്കും നോക്കി. കറുത്ത കരയുള്ള നേരിയ സാരി ചുറ്റി അതിനോട് ചേർന്ന കറുത്ത ബ്ലൗസും ധരിച്ച് യാതൊരു സമയങ്ങളും ഇല്ലാത്തന്റെ അരികിലേക്ക് നടന്നു വരുന്ന രാജേശ്വരിയെ അവൾ കണ്ണിമച്ചിമാ നോക്കി നിന്നു. ആത്മാർത്ഥ പ്രണയത്തിന്റെ പ്രതീകം എന്ന പോലെ മനസ്സിൽ പതിഞ്ഞ പുരുഷന്റെ സ്ഥാനത്ത് മറ്റൊരുവനെ സ്വീകരിക്കാൻ കഴിയാതെ ഇന്നും ആ ഓർമ്മയിൽ മാത്രം ജീവിക്കുന്ന ചുരുക്കം ചില സ്ത്രീകളിൽ ഒരുവൾ. ലക്ഷ്മി ആന്റി പറഞ്ഞൊക്കെ സത്യമാണെങ്കിൽ എന്റെ ചിറ്റങ്കാരനെ ഏറ്റവും കൂടുതൽ ദുഃഖം അനുഭവിച്ച സ്ത്രീ. തനുവിന് രാജേശ്വരിയുടെ മുഖത്തേക്ക് നോക്കാൻ എന്തോ ഒരു അസ്വസ്ഥത തോന്നി. എന്താ മോളെ, എന്തുപറ്റി? മുഖം ആകെ വല്ലാണ്ടിരിക്കുന്നു. വീട്ടിലെന്തെങ്കിലും സംസാരം ഉണ്ടായോ? രേവതി മോളെ എന്തെങ്കിലും പറഞ്ഞോ? ആരോടെ കയ്യിലും മുഖത്തിലൊക്കെ തൊട്ടുനോക്കിയിട്ട് ആകുലതയോടെ ചോദിച്ചു. ഏയ് ഇല്ല അപ്പച്ചി, വീട്ടിൽ നിന്ന് ആരൊന്നും പറഞ്ഞില്ല. യാത്ര ചെയ്തുകൊണ്ടാണ് തോന്നുന്നു, വല്ലാത്തൊരു തലവേദന. അവൾ നെറ്റിയിൽ അമർത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞു. ആണോ? എന്നാ മോള് പോയി റെസ്റ്റ് എടുത്തോളൂ. അപ്പച്ചി അപ്പോഴേക്കും മോൾക്ക് ചുക്ക് കാപ്പി ഇട്ടേരാം. ഏയ് അതൊന്നും വേണ്ട അപ്പച്ചി, ഇതൊന്ന് ഇറങ്ങി എഴുന്നേൽക്കുമ്പോഴേക്കും മാറിക്കോളും. കിച്ചണിലേക്ക് നടക്കാൻ തുടങ്ങിയ രാജേശ്വരിയെ തടഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു. അതൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. ഇപ്പൊ എന്നെ പൊന്നുമോള് പോയി റെസ്റ്റ് എടുത്തേ. ചെല്ല്. ആർക്ക് അപട ഗൗരവത്തോടെ പറഞ്ഞു. അവളൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് മുകളിലേക്കുള്ള പടികൾ കയറി. പിന്നെ തന്നെ രൂക്ഷമായി നോക്കിക്കൊണ്ടിരിക്കുന്ന ശ്രീദേവിയെ കണ്ട് ഒരു നിമിഷം അവിടെ തന്നെ നിന്നു. ചുക്ക് കാപ്പി ഉണ്ടായിക്കൊടുത്തും ഭക്ഷണം വാരിക്കൊടുത്തൊക്കെ തലയിലെടുത്ത് വെച്ചോ. പണ്ട് ഇതുപോലെ ഒരെണ്ണത്തിനെ തലയിലെടുത്ത് വെച്ച ഓർമ്മയുണ്ടായിരുന്നല്ലോ. അവള് നിന്റെ ജീവിതപ്പാടെ തകർത്തുകൊണ്ടാ പോയത്. എന്തായാലും ആ കുടുംബത്തിലുള്ളതല്ലേ ഇവളും. അതിന്ന് ഒട്ടും മോശമില്ലാത്ത അനുഭവം തന്നെ പ്രതീക്ഷിക്കാം.
മിക്കവാറും ഈ കുടുംബത്തെ മൊത്തത്തിൽ വിഴുങ്ങിയിട്ടായിരിക്കും ഇനി ഇവള് പോകാൻ പോകുന്നത്. ശ്രീദേവി അവളെ പറ്റി അവജ്ഞതയോടെ പറഞ്ഞു കേട്ട് രാജേശ്വരി അവരെ ദയനീയമായി നോക്കി. ആരെങ്കിലും ചെയ്ത തെറ്റിന് ആ കുട്ടി എന്ത് പഴിച്ചു എടുത്തി? തലകുനിച്ചുകൊണ്ട് അവൾ പറഞ്ഞതും ശ്രീദേവി അവളെ തറപ്പിച്ചെന്ന് നോക്കി. പണ്ടു നിനക്ക് അവളോട് ആ രേവതിയോടായിരുന്നല്ലോ ചായ്വ്. സ്വന്തം ജീവിതം തകർത്തോളാണെന്ന് പോലും ഓർക്കാതെയല്ലേ നീ അവളുടെ അരികിലേക്ക് പോയെന്ന് സംസാരിച്ചോക്കെ. അത് കഴിഞ്ഞിട്ടോ സ്വന്തം കുഞ്ഞിനെ അവൾ കൊന്നു തന്നിട്ട് പോലും അവൾ അങ്ങനെ ചെയ്യില്ലെന്ന് വാദിച്ചവളല്ലേ നീ? അപ്പൊ നിന്നിൽ നിന്ന് ഇതൊക്കെ തന്നെ പ്രതീക്ഷിച്ചാൽ മതി. അവരൊരു പുച്ഛത്തോടെ പറഞ്ഞു. രാജേശ്വരി തലകുനിച്ചു. ഈ ശ്രീദേവി അതിന് കിട്ടില്ല. ആ രേവതി എന്ന് പറയുന്ന നികൃഷ്ട ജന്മം കാരണം നഷ്ടങ്ങൾ ഏറെ സംഭവിച്ച എനിക്കാ. എന്റെ ഏട്ടൻ, എന്റെ അച്ഛൻ, എല്ലാവരും എനിക്ക് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ അവരുടെ കുടുംബത്തിലുള്ള ഒരാളോടും എനിക്ക് യാതൊരു സിമ്പതിയില്ല. പിന്നെ ആകെയുള്ളത് ഇവളൊരു പെണ്ണാണെന്നുള്ള പരിഗണന മാത്രം. എന്റെ മകന്റെ കയ്യിൽ നിന്ന് അവൾ ഒരുപാട് അനുഭവിക്കുന്നുണ്ട്. ഒരു പെണ്ണിന് സഹിക്കാൻ കഴിയാത്ത വേദന അവൻ അവൾക്ക് നൽകിയിട്ടുണ്ട്. അതിന്റെ ഒരു സഹതാപം. പിന്നെ ദത്തന്റെ കൈ കൊണ്ട് അവളെങ്ങാനും മരിച്ചുപോയാ എന്റെ മകനെ കൂടി എനിക്ക് നഷ്ടാവും. ഇനി ആ ഒരു നഷ്ടം കൂടി എനിക്ക് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇവളുടെ എന്ത് വില കൊടുത്തും ഇവിടുന്ന് അടിച്ചിറക്കി തന്നെ ചെയ്യും. രാജേശ്വരി നോക്കി ഉറപ്പോട് പറഞ്ഞുകൊണ്ട് ശ്രീദേവി വെട്ടിത്തിരിഞ്ഞ് അടുക്കളയിലേക്ക് നടന്നു. അവർ പോകുന്ന നോക്കി എന്തു പറയണമെന്നറിയാതെ ദയനീയതോടെ നിൽക്കാൻ മാത്രമേ രാജേശ്വരി കഴിഞ്ഞുള്ളൂ. എന്നാൽ സ്റ്റേറിന്റെ മുകളിൽ നിന്നുകൊണ്ട് ഇവരുടെ ഈ സംഭാഷണങ്ങളെല്ലാം കേട്ട് കണ്ണുനീർ വാർക്കുന്നവളെ ആ നിമിഷം അവർ കണ്ടിരുന്നില്ല. അവിടെ നിന്ന് ഓടി മുറിയിലേക്ക് കയറി കട്ടിലേക്ക് വീണ് പൊട്ടിക്കരയുമ്പോൾ തനുവിന്റെ മനസ്സറിയ അവളുടെ ചിറ്റ മാത്രമായിരുന്നു. എന്റെ ചിറ്റ അങ്ങനെ ചെയ്യൂ. എന്നെയും കുഞ്ഞുവിനെ ഒരു കുറവും കൂടാതെ സ്വന്തം മകളെ പോലെ സ്നേഹിച്ച് വളർത്തിയവളാ എന്റെ ചിറ്റ. ആ ചിറ്റക്ക് സ്വന്തം കുഞ്ഞിനെ കൊന്നുകളയാൻ എങ്ങനെ സാധിക്കും? പക്ഷേ ലക്ഷ്മി ആന്റി പറഞ്ഞ് അവര് തന്ന തെളിവുകള്. ഇനി എന്റെ ചിറ്റക്ക് ഞങ്ങളറിയാത്ത മറ്റൊരു മുഖം കൂടിയുണ്ടോ? ഇതുവരെ വാത്സല്യനിധിയായ ചിറ്റയെ മാത്രമേ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. ഇനി ചിറ്റയ്ക്ക് മറ്റൊരു മുഖം കൂടി ഉണ്ടെങ്കിൽ. ആളുടെ മനസ്സിൽ രേവതി അനുകൂലിച്ചും പ്രതികരിച്ചും വാദപ്രതിവാദങ്ങൾ നടന്നുകൊണ്ടേയിരുന്നു. ആ നിമിഷമാണ് ആളുടെ ഫോണിലേക്ക് രേവതിയുടെ കോള് വരുന്നത്. അതിലേക്ക് നോക്കിയ തനുവിന് എന്തുകൊണ്ടോ ആ സമയം രേവതിയോടൊന്നും തന്നെ സംസാരിക്കാൻ തോന്നിയില്ല. ചിലപ്പോൾ തന്റെ മനസ്സിലുള്ള ഓരോന്നും താൻ ചിറ്റയോട് ചോദിച്ചു പോകുമെന്ന് അവൾ ചിന്തിച്ചു. അപ്പോഴേക്ക് ആ കോള് കട്ടായിരുന്നു. ആളൊരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് ഹെഡ്രസ്സിലേക്ക് ചാരിയിരുന്നു. നിമിഷങ്ങൾ കഴിയും മുന്നേ വീണ്ടും രേവതിയുടെ കോൾ അവളുടെ ഫോണിലേക്ക് വന്നു. ആ നിമിഷം അവൾ അസ്വസ്ഥതയോടെ ഫോൺ സൈലന്റിലേക്ക് ഇട്ട ശേഷം പില്ലോയിൽ മുഖമമർത്തി കിടന്നുകൊണ്ട് കണ്ണുനീർ വാർത്തു. എന്തുകൊണ്ടോ അവൾക്ക് ആ സമയം രേവതിയോട് വല്ലാത്ത നീരസ് ഉടലെടുത്തു. അവൾ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് കണ്ണുകൾ മുറുക്കി അടച്ച് കിടന്നു. അപ്പോഴവളുടെ ഫോണിലേക്ക് രേവതിയുടെ കോളുകൾ വന്നുകൊണ്ടേയിരുന്നു. ദത്തിനെയും കൊണ്ട് വിഷ്ണു നേരെ വന്ന് ആ ഗ്രാമത്തിൽ തന്നെയുള്ള പ്രസിദ്ധമായ ഒരു ക്ഷേത്ര പരിസരത്തേക്കായിരുന്നു. പാറകളാൽ ചുറ്റപ്പെട്ട ആ മഹാദേവ ക്ഷേത്രം വലിയൊരു കുന്നിൻ മുകളിലായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത്. അവിടെ എത്തിയത് വിഷ്ണുവിനെ നോക്കി തനു തന്നെ കാണാമെന്നും ദത്തിനും അവന്റെ കുടുംബത്തിനും അവളോട് അവളുടെ വീട്ടുകാരോടുമുള്ള പകയുടെ കാരണം ചോദിച്ചു. അവൻ പറഞ്ഞൊന്നും വിശ്വസിക്കാതെ പോവാൻ തുടങ്ങിയവയും കൂട്ടി അവൻ ലക്ഷ്മിയുടെ അരികിലേക്ക് ചെന്നു. ലക്ഷ്മി അവളോട് രേവതിയുടെ ചതിയെക്കുറിച്ചും അവൾ കാരണം ദത്തിനും കുടുംബത്തിനുണ്ടായ നഷ്ടങ്ങളെക്കുറിച്ചൊക്കെ ദത്തിനോട് പറഞ്ഞു കൊടുത്തു. എല്ലാം കേട്ട് കഴിഞ്ഞു ദത്തൻ കുറച്ച് സമയം മൗനമായി നിന്നു. അത് വേണ്ടായിരുന്നു വിഷ്ണു. ഇപ്പൊ അവളൊന്നും അറിയാൻ പാടില്ലായിരുന്നു. കുന്നിൻ മുകളിൽ വലിയ പാറക്കിണ്ണറ്റുന്നുകൊണ്ട് ദത്തൻ പറഞ്ഞു. വിഷ്ണു അവനെ രൂക്ഷമായി നോക്കി. അതെന്താ ഇപ്പൊ അവളൊന്നും അറിയാൻ പാടില്ലാത്ത? വിഷ്ണുവിന്റെ മുഖത്തെ പതിവില്ലാത്ത വിധമുള്ള ഗൗരവം ദത്തനെ ശ്രദ്ധിച്ചു. അത് ആ നിമിഷം ദത്തിന് എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു. അവള് സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവളിട്ട് ദ്രോഹിക്കാൻ കഴിയില്ലെന്ന് ഓർത്തിട്ടാണോ? വിഷ്ണു പരിഹാസത്തോടെ ചോദിച്ചു. ദത്തൻ അവനെ രൂക്ഷമായി നോക്കി. അവള് സത്യങ്ങൾ അറിഞ്ഞെന്ന് വെച്ച് എനിക്ക് അവളോട് ദേഷ്യം തീരം തോന്നുന്നുണ്ടോ വിഷ്ണു? അവൾ ആ സത്യങ്ങൾ അറിഞ്ഞാലും ഇല്ലെങ്കിലും അവളോട് ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചൊക്കെ ഞാൻ ചെയ്യുക തന്നെ ചെയ്യും. ദത്തനൊരു പുച്ഛത്തോടെ പറഞ്ഞു. വിഷ്ണു അവനെ നോക്കിയൊന്ന് ചുണ്ടൂട്ടി ചിരിച്ചു. അത് ശരിയാ, നീ അവളെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അങ്ങോട്ട് ചെന്നാ മതി. അവള് നിന്റെ 6ാം വാരിൽ നോക്കി ഊരിയെടുക്കും. പറഞ്ഞില്ല എന്ന് വേണ്ട. വിഷ്ണു പരിഹാസത്തോടെ പറഞ്ഞു. ദത്തന്റെ മുഖം വീർത്തു. നീ മുഖം വീർപ്പിച്ചിട്ടൊന്നും കാര്യമില്ല ദത്ത. ഞാൻ നടക്കാൻ പോകുന്ന കാര്യം മാത്രം പറഞ്ഞു. വെറുതെ ആവശ്യമില്ലാതെ അവളുടെ മെക്കിട്ട് കയറാൻ ചെല്ലരുത്. ഇതുവരെയുള്ള നിന്റെ അനുഭവം എന്തായിരുന്നു എന്ന് ഓർത്താ മതി. വിഷ്ണു പറഞ്ഞു കേട്ട് ദത്തിനൊന്നും മിണ്ടാതെ മാറിൽ കയ്യും കെട്ടി ആ മലമുകളിലെ മുനമ്പിൽ നിന്നുകൊണ്ട് വിശാലമായ താഴ്വരയിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. ആ നിമിഷം അവന്റെ മനസ്സിൽ എന്തായിരിക്കുന്നു മനസ്സിലാക്കിയ ഒരു പുഞ്ചിരിയോടെ അടുത്തിടുന്ന പാർക്കിട്ടിലേക്ക് കയറിയിരുന്നു. ഇനി എന്താണ് ദത്ത നിന്റെ തീരുമാനം? മാറിൽ കയ്യും കെട്ടി അഗാധമായ താഴ്വരയിലേക്ക് നോക്കിയിരിക്കുന്ന ദത്തിന്റെ അരികിലേക്ക് ചെന്നുകൊണ്ട് വിഷ്ണു ചോദിച്ചു. എന്ത് തീരുമാനം? അവൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാകാതെ ദത്തൻ ചോദിച്ചു. തനുവിന്റെ കാര്യത്തിൽ ഇനി നിന്റെ തീരുമാനം തന്നാ ഞാൻ ചോദിച്ചു. വിഷ്ണു ഗൗരവത്തോടെ പറഞ്ഞു. അത് ഞാൻ നിന്നോട് പറഞ്ഞല്ലേ, സത്യങ്ങൾ അവൾ അറിഞ്ഞെന്ന് വെച്ച് എന്റെ തീരുമാനത്തിൽ മാറ്റൊന്നുമില്ല. എന്റെ കുഞ്ഞിനെ അവൾ പ്രസവിക്കണം, അതെന്റെ ഉറച്ച തീരുമാനം തന്നെയാ. അതിനുവേണ്ടിയാ ഞാൻ അവൾക്ക് 10 ലക്ഷം രൂപ എണ്ണിക്കൊടുത്തത്. അവൻ പുച്ഛത്തോടെ പറഞ്ഞതും വിഷ്ണു അവനെ നോക്കി പല്ലുകടിച്ചു. എടാ പുല്ലേ, അപ്പൊ നീ ഇനി അവളെ ഉപദ്രവിക്കാൻ പോകണോ? വേണ്ടതത്ത. അവളുടെ ചിറ്റ ചെയ്ത് തെറ്റി നീ അവളെ ഉപദ്രവിക്കില്ലേ? ദൈവം പോലും പൊറുക്കില്ലടാ. വിഷ്ണു അവനെ പിന്തിരിപ്പിക്കാനെന്നവരെ പറഞ്ഞു. ഓ, നീ പറയുന്ന കേട്ടാ തോന്നല്ലോ ഞാൻ അവളെ എന്തോ കൊല്ലാൻ നോക്കിയെന്ന്. ഞാനാണ് അവളെ ഉപദ്രവിക്കുന്നത്? ആ രാക്ഷസില്ലേ എന്റെ തല അടിച്ചു പൊട്ടിച്ച്
അത് മാത്രോ എന്റെ നെഞ്ച് കടിച്ചു പറിച്ചു വെച്ചിരിക്കുന്ന നീ കണ്ടില്ലേ? പട്ടികൾ പോലും ഇത്ര ക്രൂരമായിട്ട് കടിക്കില്ല. അവൻ പല്ലിയരിച്ചുകൊണ്ട് പറഞ്ഞു. വിഷ്ണു പൊട്ടിയൊന്ന ചിരി കടിച്ചു പിടിച്ചിരുന്നു. അല്ലെങ്കിൽ ദത്തൻ മിക്കവാറും തന്നെ ആ കുന്നിന്റെ മുകളിൽ നിന്ന് താഴേക്ക് തള്ളിയിടുന്നവൻ അറിയായിരുന്നു. അതറിയാമെങ്കിൽ നീ എന്തിനാ വീണ്ടുള്ള അടുത്തേക്ക് കയറി ചെല്ലുന്നു? പിന്നെ എനിക്ക് എന്റെ കാശ് മുതലാക്കേണ്ട മോനെ. അവൻ പറഞ്ഞിട്ട് വിഷ്ണു നെറ്റി വിളിച്ചു. ഒന്നും രണ്ടുമില്ല, രൂപ 10 ലക്ഷം ഞാൻ അവൾക്ക് എണ്ണി കൊടുത്ത്. അങ്ങനെ വല്ലവളുമാർക്ക് വെറുതെ കൊണ്ടു കൊടുക്കാൻ ഞാൻ കുഴിച്ചെടുത്ത കാശൊന്നുമല്ലത്. കാശ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ മുതലാക്കണമെന്നും ഈ ദത്തിന് നന്നായിട്ട് അറിയാം. അവൻ പുച്ഛത്തോടെ പറഞ്ഞു. വിഷ്ണു അവനെ രൂക്ഷമായി നോക്കി. നിന്നോട് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല ദത്ത. നിനക്കുണ്ടല്ലോ കാശുള്ളതിന്റെ അഹങ്കാര. വിഷ്ണു പറഞ്ഞു കേട്ട് ദത്തൻ പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു. ഓ അങ്ങനെയെങ്കിൽ അങ്ങനെ, നീ വരുന്നീ വാ, ഞാൻ പോവാ. വീട്ടിൽ ചെന്നിട്ട് എന്റെ ഭാര്യ എനിക്ക് ശരിക്കൊന്ന് കാണണം. 2 ദിവസമായിട്ട് അവൾ എനിക്കിട്ട് നല്ലോണം പണിയുവാ. അതെല്ലാം കൂടി ചേർത്ത് ഇന്ന് തിരിച്ചു കൊടുക്കണം. ഒറ്റ കണിറുക്കിക്കൊണ്ട് അവൻ പറഞ്ഞു. വിഷ്ണു അവനെ ഒന്ന് കൂർപ്പിച്ച് നോക്കി. അവനൊന്ന് ചിരിച്ച് കാണിച്ചുകൊണ്ട് ദത്തൻ താഴേക്ക് ഇറങ്ങി. ഹോ എന്റെ ഭഗവാനെ, ഇവൻ ഇനി എന്ന് നന്നാവാനാ? കാവടി തുള്ളിയാൻ പോകുന്നു. ആ കൊച്ചിന്റെ കയ്യിൽ നിന്ന് ഇവൻ കണക്കിന് മേടിച്ചൂട്ടുന്ന തോന്നുന്നു. അവൻ പോകുന്ന നോക്കുന്ന വിഷ്ണു ഒരു നെടുവീർപ്പോടെ പറഞ്ഞു. ശേഷം അവന്റെ പിന്നാലെ തന്നെ താഴേക്ക് ഇറങ്ങി. തുടരും.